സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പൊ വിഷയം ഇവിടെ കാളി കത്തിക്കുകയാണ്. കേരളത്തിൽ എങ്ങനെയായാലും ജാതീയമായ വിദ്വേഷം കൊണ്ട് ഇവരിത് നശിപ്പിക്കും, കുളം തോണ്ടും. കേരളം, അതായത് ഇലക്ഷൻ വരാൻ പോവുകയാണ്. അതിനകം വെച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പരുവം ഇവിടെ ഉണ്ടാക്കണം. അതിനു വേണ്ടി ഏതെല്ലാം ചീഞ്ഞ് നാറിയ പ്രവൃത്തികൾ ചെയ്യും, അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു വാഹന കള്ളക്കടത്ത് സംഘം, രാജ്യദ്രോഹം, പിന്നെ കഞ്ചാവ് കടത്ത്, പിന്നെ സ്വർണ്ണക്കടത്ത്, അങ്ങനെയൊക്കെ ബന്ധപ്പെടുത്തി കേരളത്തിലെ 2 വലിയ നടന്മാരുടെ മക്കളെ പെടുത്തിയിരിക്കുകയാണ്. അതെന്നിട്ട് അത് ഒരു കമ്മീഷണർ, കസ്റ്റംസിന്റെ ഒരു കമ്മീഷണർ, വലിയ കമ്മീഷണറാണ്. അയാൾ സത്യസന്ധനാണ്, അയാൾ ആദർശനിഷ്ഠയുള്ളതാണ്. ആര് പറഞ്ഞാലും അയാൾ കേൾക്കൂല. സത്യസന്ധമായിട്ട് അയാൾ ജോലി ചെയ്യുന്ന ആളാണ്. അയാളെ കൂടെ ജോലി ചെയ്യാൻ എല്ലാവരും ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു ചെറ്റ അവൻ വന്നിരുന്ന് പറയാണ്, വെറുതെ അങ്ങ് പറയാണ്, ഇത് കള്ളക്കടത്തി കൊണ്ടുവന്നാണ്. 2020 രജിസ്റ്റർ ചെയ്താണ്. ദുൽഖറിന്റെയും പൃഥ്വിയുടെയും ഒക്കെ പേരിലുള്ള കാറുകളാണ്. അവിടെ ഡൽഹിയിൽ കേരളത്തിന്റെ മഹാനടന്മാര്, ഒന്ന് മമ്മൂട്ടി, ഒന്ന് മോഹൻലാലിന് അവിടെ അവാർഡ് കൊടുക്കുകയാണ്. സിനിമയുടെ ഏറ്റവും പരമോന്നത ബഹുമതി കൊടുക്കുകയാണ്, ഫാൽക്കെ അവാർഡ്. കേരളത്തില് മമ്മൂട്ടിയുടെ വീട്ടില് കസ്റ്റംസ് റെയ്ഡ് ചെയ്യുകയാണ്. അപ്പൊ ഇതൊക്കെ ചുമ്മാ യാദൃച്ഛികമായ സംഭവങ്ങളൊന്നും അല്ല. ഇതൊക്കെ വെറുതെ പിന്നെ യാദൃച്ഛികമാണെന്ന് അവർ വരുത്തി തീർക്കുന്നതാണ്. ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ്. എല്ലാവരും അവര് ഒരു സന്ദേശം കൊടുക്കുകയാണ്. അതായത്, ഞങ്ങളെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് എന്തും ഞങ്ങൾ നൽകും. ഞങ്ങളെ മുട്ടാനാണ് ഭാവമെങ്കിൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല. നിങ്ങളെ എന്തും ചെയ്യും, ഏത് രീതിയിലും പൂട്ടും. അപ്പൊ അതൊരു സന്ദേശമാണ്. എന്തായാലും ശരി, നമ്മളെല്ലാം കേരളക്കാരാണ്. നമുക്ക് നമ്മുടേതായ വ്യക്തിത്വവും നമ്മുടേതായ പാരമ്പര്യമുണ്ട്. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. ഇനി ഏത് വടക്കേ ഇന്ത്യൻ ഗോസ്വാമി വിചാരിച്ചാലും നമ്മളെ ഒന്നും ഒരു ചുക്കവനൊന്നും ചെയ്യില്ല. അത് നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് അതിനുള്ള പിന്നെ തൻ്റെ ഇടവും കഴിവും നമുക്ക് ഉണ്ടാവട്ടെ. പിന്നെ പറഞ്ഞു വരുന്നത്, ഈ തെണ്ടി, ഈ ചെറ്റയായ ഈ കസ്റ്റംസ് ഓഫീസർ എന്ന് പറയുന്നവൻ, യവൻ വന്നിട്ട് 2000 മുമ്പേ പിന്നെ ഇന്ത്യയിൽ വന്ന വണ്ടികളാണ്. എവിടെ നിന്ന് വന്നു? ഭൂട്ടാനിൽ നിന്ന് വന്നു എന്നാണ് അയാൾ തന്നെ പറയുന്നത്. ഭൂട്ടാനിൽ നിന്ന് വന്നു. എങ്ങനെ വന്നു? ആകാശത്ത് നിന്ന് കെട്ടിയിറക്കിയ. അതേ ഹമാസ് ഇന്ത്യക്കകത്തൂടെ തുരങ്കം ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊച്ചിയിൽ ഇട്ട് കൊടുത്ത. അതേ അന്തർവാഹിനിയിൽ ചൈന കൊണ്ടുവന്ന് കൊച്ചിയിൽ പിന്നെ പോർട്ടിൽ ഇറക്കി കൊടുത്ത. എവനൊന്നും തെണ്ടിത്തരം പറയുന്നതിന് എനിക്കൊരു മര്യാദ വേണ്ടേ? മനുഷ്യരല്ലേ? കേരളത്തിലുള്ള മനുഷ്യർക്ക് നിന്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. നീയൊക്കെ എന്താണ് ഈ വന്നിരുന്ന് വിളമ്പുന്നതെന്ന്. സത്യസന്ധ, നീ എന്താണെടാ സത്യസന്ധ? നിനക്ക് തന്തയുണ്ടാ? നീ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ എന്തിനാ പിന്നെ കോൺഫറൻസ് നിർത്തിയത്? ഈ പിന്നെ മീഡിയ